ഹായ് സാപ്പിയൻസ്, വെൽക്കം ടു ഹ്യൂമാനിറ്റാസ്. അപ്പോൾ നമ്മൾ ക്ലാസ് 12ൻ്റെ സോഷ്യോളജി സബ്ജക്റ്റിലെ ടെക്സ്റ്റ് ബുക്ക് നമ്പർ 1 ആയ ഇന്ത്യൻ സൊസൈറ്റിയിലെ ഏറ്റവും ഫസ്റ്റ് ചാപ്റ്ററായ, അതായത് ചാപ്റ്റർ 1 ആയ എന്താണ്, ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേരെന്താണ്? ഇന്ത്യൻ സൊസൈറ്റി. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഫുള്ള് പഠിക്കാനായിട്ട് നമുക്ക് എന്ത് വേണം? ഒരു ഇൻട്രൊഡക്ഷൻ വേണം, അല്ലേ? ഈ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ മാത്രമേ, ഒരു തുടക്കം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ലെസണിൽ വെറും ഇത് നമുക്ക് പഠിക്കാനായിട്ട് നമുക്കൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നമ്മൾ ആ ടോപ്പിക്കെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. സോഷ്യോളജി അങ്ങനെയാണല്ലോ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫെമിലറൈസ് ചെയ്ത് നമുക്കിങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകുന്നൊരു ചാപ്റ്റർ മാത്രമാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? അടുത്ത ചാപ്റ്റർ പഠിക്കാനായിട്ടുള്ള ഒരു കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഈ ചാപ്റ്റർ പഠിക്കുന്നത്. ചിലപ്പോൾ സിലബസ് വരുമ്പോഴേക്കും കഴിഞ്ഞ വർഷത്തിൻ്റെ സിലബസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ടില്ല. അതായത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരില്ല. പക്ഷേ അപ്പോൾ ഈ വർഷവും അതുപോലെ തന്നെ ആയിരിക്കാം. ചിലപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരണ്ടാവില്ല, ഈ ചാപ്റ്റർ ഡിലീറ്റഡ് ആയിരിക്കും. പക്ഷേ എന്നാലും നമ്മളൊന്ന് ജസ്റ്റ്, നമ്മളിപ്പോൾ പഠിക്കാൻ തുടങ്ങിയല്ലേ ഉള്ളൂ. ചാപ്റ്റർ 1 നിന്ന് നമ്മൾ തുടങ്ങുവാണ്, ടെക്സ്റ്റ് ബുക്ക് നമ്പർ 1 നിന്ന് നമ്മൾ തുടങ്ങുവാണ് സോഷ്യോളജി. അപ്പോൾ നമുക്ക് എന്താണ്, ഈ ഒരു ചാപ്റ്റർ ജസ്റ്റ് നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് അടുത്തിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സോഷ്യോളജി ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അത് എടുത്ത് വെച്ച് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ. In one important sense, sociology is unlike any other subject that you may have studied. It is a subject in which no one starts from zero. Everyone already knew something about society. ഇവിടെ എന്താ പറയുന്നത്? സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ പഠനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരാൾ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യില്ല. സീറോയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയാതെ തുടങ്ങില്ല. നമ്മൾ സോഷ്യോളജി പഠിക്കാനായിട്ട് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും അതിനെ പറ്റിയിട്ട് നമ്മൾ നേരത്തെ അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ് സോഷ്യോളജിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. കാരണം എന്താണ്? സോഷ്യോളജി എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ സ്റ്റഡിയാണ്, അല്ലേ? അത് കാരണം നമ്മളൊരു സൊസൈറ്റിയിൽ താമസിക്കുന്ന വ്യക്തിയാണ്, നമ്മുടെ സൊസൈറ്റിയിലെ മെമ്പറാണ്. അപ്പോൾ നമുക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് പറ്റും. അപ്പോൾ സൊസൈറ്റി എന്താണ്, മറ്റ് സബ്ജക്റ്റുകൾ പോലെ അല്ല. ഒരാൾക്കൊന്നും അറിയാതിരിക്കുന്നുണ്ടാവില്ല, പക്ഷേ എന്താണ്, എല്ലാവർക്കും അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും. അതർ സബ്ജക്റ്റ് ആർ ലേൺ ബിക്കോസ് ദേ ആർ തോട്ട് അറ്റ് സ്കൂൾ, അറ്റ് ഹോം ഓർ എൽസ്വെയർ. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? യെസ്, നമ്മളിപ്പോൾ സ്കൂളിൽ പോയിട്ടോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരുന്നോ നമ്മൾ പഠിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ട്യൂഷൻ ക്ലാസ്സിലോ അങ്ങനെയൊക്കെ നമ്മളിരുന്ന് പഠിച്ചിട്ടാണ് ബാക്കി സബ്ജക്റ്റുകളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ബട്ട് മച്ച് ഓഫ് അവർ നോളജ് അബൌട്ട് സൊസൈറ്റി ഈസ് അക്വയർഡ് വിത്ത് എക്സ്പ്ലിസിറ്റ് ടീച്ചിങ്. പക്ഷേ നമുക്ക് സൊസൈറ്റിനെ പറ്റിയിട്ടുള്ള നമ്മുടെ നോളജ് എന്ന് പറയുന്നത് എക്സ്പ്ലിസിറ്റ് ടീച്ചിങ് ആണ്. എന്താണ് എക്സ്പ്ലിസിറ്റ് ടീച്ചിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? സ്റ്റേറ്റഡ് ക്ലിയർലി ഇൻ ഡീറ്റെയിൽ നമുക്ക് പറയാം. അതായത് നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ നമുക്ക് കറക്റ്റായിട്ട് അതിനെ പറയാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സോഷ്യോളജീനെ പഠിക്കുന്നത്, അല്ലെങ്കിൽ സൊസൈറ്റീനെ നമ്മൾ കാണുന്നതും അത് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതും. ബിക്കോസ് ഇറ്റ് ഈസ് സച്ച് ആൻ integral part of the process of growing up. അതായത് നമ്മൾ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ സൊസൈറ്റി എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ്, ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ആ ഒരു പ്രോസസ്സ് ഓഫ് ഗ്രോയിങ് അപ്പ്. ആ ഒരു പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ ഒരു ഇമ്പോർട്ടൻ്റ് റോള് വഹിക്കുന്ന ഒന്നാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ. നോളജ് അബൌട്ട് സൊസൈറ്റി സീം ടു ബി അക്വയർഡ് നാച്ചുറലി ഓർ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ സൊസൈറ്റിനെ പറ്റിയിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? അതിനെപ്പറ്റിയുള്ള നോളജ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? അത് നാച്ചുറലി ആണ്, അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലാണ്. അല്ല, ആരും നമ്മളെ ഇങ്ങനെയാണ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിരുന്ന് ഇരുത്തി പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അത് ഇറ്റ്സ് ആക്ച്വലി നാച്ചുറലി നമ്മൾ പഠിച്ചു പോകുന്നത്, അല്ലെങ്കിൽ നാച്ചുറലി നമുക്ക് അതിനെ പറ്റിയുള്ള നോളജുകൾ നമുക്ക് കിട്ടുവാണ്. അല്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അക്വയർ ചെയ്യുന്നൊരു സംഭവമാണ്. No child is expected to already know something about history, geography, psychology or economics when they come to school. അപ്പോൾ ഈ എക്കണോമിക്സ് എന്താണെന്ന് പോലും അറിയാത്ത, അല്ലെങ്കിൽ സൈക്കോളജി എന്താണെന്ന് പോലും അറിയാത്ത ഒരു കുട്ടി സ്കൂളിലോട്ട് ചെല്ലുമ്പോഴേക്കും എന്താണ്, ഒന്നും അതിനെ പറ്റിയിട്ട് ആ കുട്ടിക്ക് എന്തുണ്ടാവില്ല, അറിയുന്നുണ്ടാവില്ല. സൈക്കോളജി എന്ന് കേട്ടിട്ടുണ്ടാകും, പക്ഷെ എന്താണെന്നുള്ള ഐഡിയ ഇല്ല. പക്ഷേ സോഷ്യോളജി എന്ന് പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ സോഷ്യോളജി പഠിക്കാനായിട്ട് പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് നമ്മൾ അതിനെപ്പറ്റി പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ, നമ്മൾ ഡെയിലി കാണുന്ന കാര്യങ്ങളാണല്ലോ, അല്ലെങ്കിൽ നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളാണല്ലോ ഇതിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും.
but even a 6-year-old already knew something about society and social relationship. അപ്പോൾ ഒരു 6 വയസ്സുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ 6 വയസ്സുള്ളൊരു കുട്ടിക്ക് എക്കണോമിക്സ് എന്താണെന്ന് അറിയണ്ടാവില്ല, മാത്സ് കറക്റ്റായിട്ട് എന്താണെന്ന് അറിയാമെന്നുണ്ടാവില്ല, സൈക്കോളജി ഒട്ടും അറിയുന്നുണ്ടാവില്ല അല്ലേ. പക്ഷേ ആ സോഷ്യോളജി ഒന്ന് പറഞ്ഞു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് മനസ്സിലാവും, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. It is all the more true than that as young 18-year-old adults you know a lot about society you live in without ever having studied it. അപ്പോൾ ഇനി നിങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ യു ഗൈസ് ആർ 17 or 18 years old അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഒരു 6-year-oldന് അത്രയും കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഒരു 18-year-old ആയിട്ടുള്ള അഡൾട്ടായിട്ടുള്ള നിങ്ങൾക്ക് എന്തായിരിക്കാം, പഠിക്കാതെ തന്നെ നമ്മൾ സോഷ്യോളജി അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റിനെ പറ്റി അല്ലെങ്കിൽ സൊസൈറ്റിനെ പറ്റിയിട്ട് പഠിക്കാതെ തന്നെ നമുക്ക് എന്തുണ്ടാവും, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടാവും അല്ലേ, നമുക്ക് ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്ന് നമുക്ക് അറിയാവുന്നുണ്ടാവും. This prior knowledge or familiarity with society is both an advantage and a disadvantage for sociology. അപ്പോൾ സോഷ്യോളജിയുടെ സ്റ്റഡിയിൽ നമ്മൾ സോഷ്യോളജി പഠിക്കുമ്പോഴേക്കും സൊസൈറ്റിനെ പറ്റിയിട്ട് അറിയാവുന്നത്, നമുക്കിപ്പോൾ സൊസൈറ്റിനെ പറ്റി നല്ലോണം അല്ലെങ്കിൽ അറിയാമെന്ന് പറയുന്നതും സൊസൈറ്റിനെ പറ്റിയിട്ട് ഒട്ടും അറിയില്ല എന്ന് പറയുന്നതും അഡ്വാൻറ്റേജുമാണ് ഡിസഡ്വാൻറ്റേജുമാണെന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ അറിഞ്ഞാലും പ്രശ്നമാണ്, ഒട്ടും അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമാണ്. The discipline that studies society. The advantage is that students are generally not afraid of sociology. They feel like it can't be a very hard subject to learn. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സബ്ജക്റ്റ്, അപ്പോൾ നിങ്ങൾ +1 പഠിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ബാക്കിയുള്ള സബ്ജക്റ്റ് ഒരു എക്കണോമിക്സ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഹിസ്റ്ററി വെച്ചിട്ട് നോക്കുമ്പോൾ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്തിരി മനസ്സമാധാനം കിട്ടും. ഈവൻ ദോ നമുക്ക് അങ്ങനെയൊന്നും അറിയത്തില്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സിമ്പിളായിരിക്കും. കാരണം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, അപ്പോൾ നമുക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റും. പക്ഷേ ഹിസ്റ്ററി അങ്ങനെയാണോ? ഇല്ല, നമുക്ക് ആ ഒരു ചരിത്രത്തിനെ പറ്റി നമുക്ക് അറിയേയില്ല, നമ്മൾ എന്തെഴുതി വെക്കും, ഒന്നും എഴുതാൻ പറ്റില്ല. നമ്മളിത് നമ്മൾ ആ സാധനം നടന്നപ്പോഴേ, ആ സംഭവം നടന്നപ്പോഴും നമ്മൾ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സോഷ്യോളജി എന്ന് പറയുമ്പോൾ അത് നടന്നപ്പോൾ നമ്മളവിടെ ഉണ്ടായി, നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്നൊരു സംഭവമാണ്. അങ്ങനെ നമുക്കതിനെ എഴുതാൻ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. The disadvantage is that the prior knowledge can be a problem. In order to learn sociology, we need to unlearn what we already know about society. In fact, the initial stage of learning sociology consists mainly of such unlearning. അപ്പോൾ കുറേ അറിഞ്ഞാലും പ്രശ്നമാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോഷ്യോളജി എന്ന് പറയുമ്പോഴേക്കും നമുക്കിപ്പോൾ സൊസൈറ്റിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ അറിയാം. അപ്പോൾ സോഷ്യോളജിയുടെ പഠനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ പഠിച്ചതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് അത് നമ്മൾ അൺലേൺ ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. അതെന്താണ് അങ്ങനെ പറയുന്നത്? സോഷ്യോളജി പഠിക്കുമ്പോൾ കുറച്ച് നമുക്ക് അറിയാവുന്നത് നല്ലതല്ലേ, നമുക്ക് ബാക്കിയും കൂടെ പഠിച്ചാൽ പോരെ എന്നായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇവർ പറയുന്നത് എന്താണ്, ടെക്സ്റ്റ് ബുക്കാർ പറയുന്നത്, നമ്മൾ സോഷ്യോളജി പഠിക്കാൻ തുടങ്ങുമ്പോൾ നല്ലോണം നമുക്ക് അതിൻ്റെ പറ്റിയിട്ട് നോളജ് ഉണ്ടെങ്കിൽ അത് അൺലേൺ ചെയ്യണം എന്നാണ് പറയുന്നത്. അല്ല ലേൺ ചെയ്യണം എന്നല്ല, അല്ലെങ്കിൽ ഓർത്ത് വെക്കണം എന്നല്ല, അതങ്ങോട്ട് മറന്നു കളയേണ്ടി വരുമെന്നാണ് പറയുന്നത്. ദിസ് ഈസ് നെസസറി ബിക്കോസ് എന്താണ്, our prior knowledge about society, our common sense is acquired from a particular viewpoint. This is the viewpoint of the social group and the social environment that we are socialized into. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു, നമ്മൾ സൊസൈറ്റിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ഒരാൾക്കുണ്ടാവും. പക്ഷെ അയാൾക്കുള്ള ഐഡിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൊസൈറ്റിനെ പറ്റിയിട്ടുള്ള ഐഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുടെ ഒരു വ്യൂ പോയിൻറ്റിലായിട്ടുള്ളൊരു സൊസൈറ്റി ആയിരിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്നത്. അങ്ങനെ എല്ലാവരും ഒരേ വ്യൂ പോയിൻറ്റിലായിരിക്കും സൊസൈറ്റിനെ കാണുന്നതല്ല, പലതരം വ്യൂ പോയിൻറ്റ്സ് ഉണ്ടാവും അല്ലേ. ആ ഒരു സൊസൈറ്റി എടുത്ത് നോക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ഒരു സംഭവത്തിനെ പറ്റിയിട്ട് ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാടായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ വേറെ കുറച്ച് ഗ്രൂപ്പുകാർക്ക് അതിനെ പറ്റിയിട്ട് വേറൊരു രീതിയിലുള്ള കാഴ്ചപ്പാടായിരിക്കും. അപ്പോൾ അതൊരിക്കലും ഒത്തുപോവുകയും ഇല്ല. അപ്പോൾ അൺലേൺ ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് വെറും ഒരാളുടെ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ ഗ്രൂപ്പിൻ്റെ വ്യൂ പോയിൻ്റ് ആണ്, അല്ലാതെ മൊത്തത്തിലുള്ള വ്യൂ പോയിൻ്റ് അല്ല. അതുകൊണ്ട് നിങ്ങൾ അൺലേൺ ചെയ്യണം എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. അവർ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഷേപ്സ് അവർ ഒപ്പീനിയൻ, ബിലീവ്സ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് അബൌട്ട് സൊസൈറ്റി ആൻഡ് സോഷ്യൽ റിലേഷൻസ്. ദീസ് ബിലീവ്സ് ആർ നോട്ട് നെസസറിലി റോങ് ദോ ദേ കെൻ ബി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബിലീവ്സൊക്കെ, കാര്യങ്ങൾ, വിശ്വാസവും കാര്യങ്ങളും ഒക്കെ തെറ്റാണെന്നല്ല, പക്ഷേ അത് തെറ്റായേക്കാം എന്നാണ് പറയുന്നത്. ദ പ്രോബ്ലം ഈസ് ദാറ്റ് ദേ ആർ പാർഷ്യൽ. അപ്പോൾ അത് പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പാർഷ്യൽ ആയതാണ് പ്രശ്നം. എന്താണ്?
The word partial is being used here in two different sense: incomplete, അതോടൊപ്പം തന്നെ biased. So our unlearned knowledge or common sense usually allows us to see only a part of the social reality. അപ്പോൾ നമുക്കുള്ള ആ ഒരു നോളജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കോമൺ സെൻസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതൊന്ന് പറയുന്നത് എന്താണ്, വെറും അത് പാർഷ്യൽ മാത്രം, അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ റിയാലിറ്റിയുടെ വെറും ഒരു പാർട്ട് മാത്രം, ഒരിക്കലും മൊത്തത്തിലായിട്ടുള്ള സംഭവമല്ല. നമ്മളുടെ വ്യൂ പോയിൻറ്റ്സ് വെറും ഒരു പാർട്ട് മാത്രം, ബാക്കിയുള്ളവർക്ക് വേറെ വ്യൂ പോയിൻറ്റ്സ്, അല്ലെങ്കിൽ അവർ ആ ഒരു സംഭവത്തിനെ കാണുന്നത് വേറെ കണ്ണുകളിലൂടെ ആയിരിക്കും അല്ലേ. അങ്ങനെ പറയുന്ന പോലെ തന്നെ അത് വെറും ഒരു പാർട്ട് ഓഫ് സോഷ്യൽ റിയാലിറ്റിയുടെ വെറും ഒരു പാർട്ട് മാത്രമാണ് നിങ്ങളുടെ ആ കോമൺ സെൻസ് എന്ന് പറയുന്നത്. മോർ ഓവർ ഇറ്റ് ഈസ് ലയബിൾ ടു ബി ടൈറ്റിൽ ടുവേർഡ്സ് എ വ്യൂ പോയിൻറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് അവർ ഓൺ social group. Okay, sociology does not offer a solution to this problem in the form of perspective that can show us the whole of reality in a completely unbiased way. Indeed, sociologists believe that such an ideal vantage point does not exist. അപ്പോൾ സോഷ്യോളജിസ്റ്റ് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ വ്യൂ പോയിൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് കറക്റ്റാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് കറക്റ്റ് അല്ല, അവരുടെ പേഴ്സ്പെക്റ്റീവാണ് കറക്റ്റ്, ഇങ്ങനെയൊന്നും അല്ല സോഷ്യോളജിസ്റ്റ് പറയുന്നത്. അല്ലെങ്കിൽ സോഷ്യോളജിയിൽ നമ്മൾ ഇങ്ങനെയല്ല പഠിക്കുന്നത്. സോഷ്യോളജിയിൽ നമ്മളിതെല്ലാം കളക്ട് ചെയ്തിട്ട് ഇത് ഓരോരുത്തരുടെയും വ്യൂ പോയിൻ്റാണ്, അല്ലെങ്കിൽ എല്ലാ വ്യൂ പോയിൻറ്റും എടുത്തിട്ടാണ് നമ്മൾ സോഷ്യോളജിനെ പഠിക്കുന്നത്. വി കെൻ ഓൺലി സീ ബൈ സ്റ്റാർട്ടിങ് സംവെയർ ആൻഡ് എവറി സംവെയർ ഓഫേഴ്സ് ഓൺലി എ പാർഷ്യൽ വ്യൂ ഓഫ് ദ വേൾഡ്. അപ്പം എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് പഠിക്കാം, പക്ഷേ എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും അതെപ്പോഴും എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു പാർഷ്യൽ വേൾഡിനെ മാത്രമായിരിക്കും നമുക്ക് കാണിച്ചു തരുന്നത് ഉണ്ടാവത്തുള്ളൂ. What sociology offers is to teach us. അപ്പോൾ എന്താണ് സോഷ്യോളജി നമ്മളെ പഠിപ്പിക്കുന്നത്? ഹൗ ടു സീ ദ വേൾഡ് ഫ്രം മെനി വാൻറ്റേജ് പോയിൻറ്റ്സ്. അപ്പോൾ പലതരം വ്യൂ പോയിൻറ്റിൽ നിന്ന് നമ്മുടെ സൊസൈറ്റിനെ കാണാനായിട്ടാണ് സോഷ്യോളജി നമ്മൾ പഠിക്കുന്നതെന്നാണ് പറയുന്നത്. നോട്ട് ജസ്റ്റ് അവർ ഓൺ, നമ്മളുടെ ആ ഒരു രീതിയിൽ മാത്രമല്ല, എല്ലാവരുടെയും വ്യൂ പോയിൻറ്റ് നോക്കി അങ്ങനെ ഒരു വേൾഡിനെയാണ്, പാർഷ്യൽ വേൾഡ് അല്ല, അതൊരു കംപ്ലീറ്റ് സോഷ്യൽ റിയാലിറ്റീനെയാണ് നമ്മൾ സോഷ്യോളജിയിൽ കാണുന്നത്. ബട്ട് ഓൾസോ ദാറ്റ് ഓഫ് അതേഴ്സ് അൺലൈക്ക് അവർ സെൽസ്. ഈച്ച് വാൻറ്റേജ് പോയിൻറ്റ്സ് പ്രൊവൈഡ് ഓൺലി എ പാർഷ്യൽ വ്യൂ. അപ്പോൾ എല്ലാ വാൻറ്റേജ് പോയിൻറ്റും നമുക്കൊരു പാർഷ്യൽ വ്യൂ മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ നമ്മളിത് എല്ലാ പോയിൻറ്റും കൂടെ എടുക്കും അല്ലേ. ബട്ട് ബൈ കമ്പയറിങ് വാട്ട് ദ വേൾഡ് ലുക്സ് ലൈക്ക് ഫ്രം ദി ഐസ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ വി ഗെറ്റ് സം സെൻസ് ഓഫ് വാട്ട് ദി ഹോൾ മൈറ്റ് ലുക്ക് ലൈക്ക് ആൻഡ് വാട്ട് ഈസ് ഹിഡൻ ഫ്രം ദ വ്യൂ ഇൻ ഏജ് സ്പെസിഫിക് സ്റ്റാൻഡ് പോയിൻറ്റ്. അപ്പോൾ ഓരോരുത്തരുടെയും അടുത്താണ് മാത്രമാണ് നമ്മൾ വ്യൂ പോയിൻറ്റ്സ് ഓരോരുത്തർക്കും ഉള്ളൂ. അപ്പോൾ സോഷ്യോളജിയിൽ നമ്മൾ എല്ലാവരുടെയും വ്യൂ പോയിൻറ്റ്സ് നോക്കിയിട്ട് നമ്മൾ ഹോൾ വേൾഡിനെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇതിലൂടെ നമ്മൾ പഠിക്കും. Okay. What may be of even more interest to you is that sociology can show you what you look like to others. അപ്പോൾ വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ എങ്ങനെയാണ് ഉള്ളത് എന്ന് സോഷ്യോളജിയിലൂടെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ കാണാനായിട്ട് സാധിക്കും. ഇറ്റ് can teach you how to look at yourself from the outside, so to speak. അപ്പോൾ നിങ്ങളെ പുറത്തുനിന്ന് ഒരാൾ എങ്ങനെയാണ് നിങ്ങളെ കാണുന്നതെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് നമ്മൾ സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഈ അല്ലെങ്കിൽ സംടൈംസ് അതിനെ യൂസ് ചെയ്യുന്നത് വെറും റിഫ്ലെക്സിവിറ്റി എന്ന വേർഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിഫ്ലെക്സിവിറ്റി അല്ലെങ്കിൽ സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ സോഷ്യോളജിയുടെ സ്റ്റഡിയിലൂടെ നമുക്കിപ്പം നിങ്ങളെ തന്നെ പുറത്തുനിന്ന് ആൾക്കാർ നിങ്ങളെങ്ങനെ വ്യൂ ചെയ്യുന്നതെന്നുള്ള സംഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ദിസ് ഈസ് ദി എബിലിറ്റി ടു റിഫ്ലക്റ്റ് അപ്പോൺ യുവർ സെൽഫ്. അപ്പോൾ നിങ്ങളിൽ തന്നെ മനസ്സിലാക്കാനായിട്ടുള്ളൊരു എബിലിറ്റിയാണിത്. ടു ടേൺ ബാക്ക് യുവർ ഗേസ് വിച്ച് ഈസ് യൂഷ്വലി ഡയറക്റ്റഡ് ഔട്ട്വേർഡ് ബാക്ക് ടുവേർഡ്സ് യുവർ സെൽഫ്. But the self-inspection must be critical. That is, it should be quick to criticize and slow to praise oneself. Okay, a comparable social map would tell you where you are located in society. അപ്പോൾ ഒരു സോഷ്യൽ മാപ്പിൽ നമുക്ക് എന്താണ്, എവിടെയാണ് നിങ്ങൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ അതിന് ഒരു സോഷ്യൽ മാപ്പ് പറയുന്നതിന് മുമ്പ് നമുക്കറിയാം നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ജോഗ്രഫിക്കൽ മാപ്പിനെ പറ്റിയിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ എന്താണ്, അരുണാചൽ പ്രദേശിലാണ് നിങ്ങൾ താമസിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾ അരുണാചൽ പ്രദേശിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആ ഒരു ജോഗ്രഫിക്കൽ മാപ്പ്, ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണ്, നോർത്ത് ഈസ്റ്റേൺ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് അരുണാചൽ പ്രദേശ്. അപ്പോൾ ബാക്കിയുള്ള രാജസ്ഥാൻ, മഹാരാഷ്ട്ര, പിന്നെന്താണ്
മധ്യപ്രദേശ് ഇന്നപോലത്തെ മഹാരാഷ്ട്ര, രാജസ്ഥാൻ പോലെയുള്ള വലിയ സ്റ്റേറ്റ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് വെറും ഒരു ചെറിയൊരു സ്റ്റേറ്റാണ്. പിന്നെ നിങ്ങൾ ഗോവ, ഹരിയാന, പഞ്ചാബ് പോലെയുള്ള സ്റ്റേറ്റ് വെച്ച് നോക്കുമ്പോഴേക്കും അരുണാചൽ പ്രദേശ് അത്യാവശ്യം വലുതാണ്. അപ്പോൾ അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന ഒരു ഹില്ലി ഏരിയ ആണോ, ഫോറസ്റ്റഡ് ഏരിയ ആണോ, അല്ലെങ്കിൽ അവിടെ നടാനായിട്ടുള്ള അല്ലെങ്കിൽ അവിടെയുള്ള സോയിൽ എങ്ങനത്തെ സോയിലാണ് ഉള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ജോഗ്രഫിക്കൽ മാപ്പിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇനി എന്താണ് ഒരു സോഷ്യൽ മാപ്പ്? ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്, നിങ്ങളൊരു 18 ഇയർ ഓൾഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 18 അല്ലെങ്കിൽ ഒരു 17 ഇയർ ഓൾഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് യങ് പീപ്പിളിൻ്റെ കാറ്റഗറി ആയിരിക്കും. അത് നമുക്കറിയാം, ഓൾഡ് പീപ്പിളുണ്ട്, അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ യങ് പീപ്പിൾ എന്ന് പറയുന്ന കാറ്റഗറിയിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഉണ്ടാവുന്നത് ആ ഒരു കാറ്റഗറിയിൽ ആയിരിക്കും. അപ്പം നമുക്കൊക്കെ ഓരോ ഐഡൻറ്റിറ്റി ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ എന്താണ്, ഓരോ റീജിയനിലുള്ള ആൾക്കാർ ഇപ്പോൾ ലിംഗ്വിസ്റ്റിക് രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സാമ്പിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഗുജറാത്തി സംസാരിക്കുന്ന ഗുജറാത്തിൽ താമസിക്കുന്ന ആളുകൾ, തെലുങ്കു സംസാരിക്കുന്ന ആന്ധ്രാപ്രദേശിൽ താമസിക്കുന്ന ആളുകൾ, മലയാളം സംസാരിക്കുന്ന കേരളത്തിൽ താമസിക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഒരു റീജിയൻ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ്, നമ്മൾ ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത് അല്ലേ, ലാംഗ്വേജ് ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ഫസ്റ്റ് വേ ഓഫ് ഐഡൻറ്റിറ്റി ചൂസ് ചെയ്യുന്നതാണ് ഇന്നൊരു രീതിയിൽ. ഇനി സെക്കൻഡ് വേ എന്ന് പറയുമ്പോഴത്തേക്കും എക്കണോമിക് ക്ലാസ്. നമുക്കറിയാം, നമ്മുടെ പാരൻസ് എന്താണ്, ഇന്ന ഒക്യുപ്പേഷനാണ് ഇവർ ചെയ്യുന്നത്, അത് കാരണം ഇവർക്ക് ഇന്നൊരു പൊസിഷനുണ്ട് എക്കോണമിയിൽ. അങ്ങനെ ഒരു എക്കണോമിക് ക്ലാസ് എന്ന രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെന്ന് പറയുന്നത് നമ്മുടെ റിലീജിയനാണ്. നമ്മുടെ ഏത് റിലീജിയനിലാണ്, ഏത് കാസ്റ്റാണ്, ഏത് ട്രൈബാണ് എന്ന രീതിയിൽ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവും. അപ്പോൾ ഈച്ച് ഓഫ് ദീസ് ഐഡൻറ്റിറ്റീസ് വുഡ് ലൊക്കേറ്റ് യു ഓൺ എ സോഷ്യൽ മാപ്പ്. ഒരു സോഷ്യൽ മാപ്പിൽ ഈ എല്ലാ ഐഡൻറ്റിറ്റിയും നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ ഐഡൻറ്റിറ്റീസ് കൊണ്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഒരു സോഷ്യൽ മാപ്പിൽ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. And among a web of social relationships, sociology tells you about what kind of groups or groupings there are in society. അപ്പോൾ സോഷ്യോളജി നമുക്ക് കാണിച്ചു തരും ഏത് ടൈപ്പ് ഓഫ് ഗ്രൂപ്പിലാണ് നിങ്ങൾ ഉള്ളത് എന്ന് നമുക്ക് സോഷ്യോളജിയിൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. ആൻഡ് വാട്ട് ദെയർ റിലേഷൻഷിപ്പ് ആർ ടു ഈച്ച് അതർ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ തമ്മിൽ മറ്റുള്ളവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുള്ളത്. ആൻഡ് വാട്ട് ഡസ് മൈൻഡ് മെയിൻ ഇൻ ടേംസ് ഓഫ് യുവർ ഓൺ ലൈഫ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ഒരു വെൽ നോൺ അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള സി റൈറ്റ് മിൽസ്. അപ്പോൾ ഇദ്ദേഹം എഴുതിയ ഒരു വേർഡ്സ് ആണ് ഇതിൽ പറയുന്നത്. സോഷ്യോളജി ക്യാൻ ഹെൽപ്പ് യു ടു മാപ്പ് ദ ലിങ്ക്സ് ആൻഡ് കണക്ഷൻ ബിറ്റ്വീൻ. അപ്പം കണക്ഷൻ ബിറ്റ്വീൻ പേഴ്സണൽ ട്രബിൾസ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. പേഴ്സണൽ ട്രബിൾസും തമ്മിൽ, അപ്പോൾ പേഴ്സണൽ ട്രബിൾസ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ജസ്റ്റ് ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ എന്താണ് സോഷ്യൽ ഇഷ്യൂസ്? സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു വ്യക്തിക്കല്ലായിരിക്കാം, ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നേരിടുന്ന പ്രശ്നമായിരിക്കാം. അപ്പോൾ സി റൈറ്റ് മിൽസ്, ഒരു വെൽ നോൺ അമേരിക്കൻ സോഷ്യോളജിസ്റ്റായ സി റൈറ്റ് മിൽസ് പറയാണ്, ഈ സോഷ്യൽ മാപ്പ് അല്ലെങ്കിൽ സോഷ്യോളജിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ക്യാൻ ഹെൽപ്പ് യു ടു മാപ്പ് ദ ലിങ്ക്സ് ബിറ്റ്വീൻ എന്താണ് ഈ പേഴ്സണൽ ട്രബിൾസ് അല്ലെങ്കിൽ ലിങ്ക്സ് ആൻഡ് കണക്ഷൻസ്. ഈ പേഴ്സണൽ ട്രബിൾസും തമ്മിലും അതോടൊപ്പം തന്നെ സോഷ്യൽ ഇഷ്യൂസും തമ്മിലുള്ള ആ ഒരു കണക്ഷൻസും ലിങ്കും ഒക്കെ മാപ്പ് ചെയ്യാനായിട്ട് സോഷ്യോളജി ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇനി മിൽസ് ഉദ്ദേശിച്ച പേഴ്സണൽ ട്രബിൾസ് നമ്മൾ ഉദ്ദേശിച്ച പേഴ്സണൽ ട്രബിൾസ് ആണോ എന്ന് നമുക്ക് നോക്കാം അല്ലേ. ബൈ പേഴ്സണൽ ട്രബിൾസ് മിൽസ് മീൻസ് ദ കൈൻഡ് ഓഫ് ഇൻഡിവിജ്വൽ വെറീസ്. നമ്മൾ ഉദ്ദേശിച്ചത് തന്നെയാണ് അല്ലേ, ഇൻഡിവിജ്വൽ വെറീസ്, ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് ഓർ കൺസേൺസ് ദറ്റ് എവ്രി വൺ ഹാസ്. എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഒരു വ്യക്തിനെ എടുത്ത് നമ്മൾ നോക്കുമ്പോഴേക്കും അദ്ദേഹത്തിനുള്ള കാര്യങ്ങളാണ്. അത് എല്ലാവർക്കും ഉണ്ടാകുമല്ലോ, അല്ലാണ്ട് ഒരാൾക്ക് മാത്രമല്ലല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, അല്ല, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാകും. സോ ഫോർ എക്സാമ്പിൾ, യു മേ ബി അൺഹാപ്പി അബൌട്ട് ദ വേ എൽഡറി ഇൻ യുവർ ഫാമിലി ട്രീറ്റ്സ് യു. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയാം, ചിലപ്പോൾ ബ്രദേഴ്സും സിസ്റ്ററും ഒക്കെ നിങ്ങളോട് പെരുമാറുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ല, അല്ലെങ്കിൽ എൽഡറി പീപ്പിൾ നിങ്ങളോട് പെരുമാറുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെ ഒരു എക്സാമ്പിൾ, അത് നമ്മൾ അൺഹാപ്പി ആയിരിക്കും. അപ്പോൾ ഇൻഡിവിജ്വൽ വെറിയാണ് അല്ലേ. വേറൊരാൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ അയാൾക്ക് വേറെ അയാളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ അയാൾക്ക് ഉണ്ട്. ഇതാണ് പേഴ്സണൽ ട്രബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ. യു മേ ബി വെറീഡ് അബൌട്ട് യുവർ ഫ്യൂച്ചർ ആൻഡ് വാട്ട് സോർട്ട് ഓഫ് ജോബ് യു മൈറ്റ് ഗെറ്റ്. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പേടിയുണ്ടാവും. എന്ത് ജോലി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ഓർത്തിട്ട്, അല്ല ജോലി കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണല്ലോ എന്നോർത്ത് പേടിയുണ്ടാവും. അങ്ങനത്തെയൊക്കെ ഇൻഡിവിജ്വൽ വെറീസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. അതൊരു ആസ്പെക്റ്റ് ഓഫ് യുവർ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഐഡൻറ്റിറ്റി ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഐഡൻറ്റിറ്റി മേ ബി എ സോഴ്സ് ഓഫ് പ്രൈഡ്. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അത് പ്രൈഡ് ആയിരിക്കാം.
ചിലപ്പോൾ ചിലവർക്കത് ടെൻഷൻ ഉണ്ടാക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അതിന് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവങ്ങളായിരിക്കാം. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ഈ ഐഡൻറ്റിറ്റീനെ നമുക്ക് ഓരോരുത്തരിലും കാണാനായിട്ട് സാധിക്കുന്നു. ബട്ട് ഓൾ ഓഫ് ദീസ് ആർ അബൌട്ട് വൺ പേഴ്സൺ. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഒരാളെ പറ്റിയിട്ടുള്ളതാണ്. ഇതെല്ലാം meaning from this derived meaning from the personalized perspective. ആ സോഷ്യൽ ഇഷ്യൂ. അപ്പോൾ ഇതാണ് എന്താണ് പേഴ്സണലൈസ്ഡ് ട്രബിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി എന്താണ് സോഷ്യൽ ഇഷ്യൂ? അപ്പോൾ ഈ പേഴ്സണലൈസ്ഡ് ട്രബിളും തമ്മിലും സോഷ്യൽ ഇഷ്യൂവും തമ്മിലുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെ മാപ്പ് ചെയ്യാനായിട്ടാണല്ലോ സോഷ്യോളജി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സോഷ്യൽ ഇഷ്യൂ? ഓൺ ദി അതർ ഹാൻഡ് ഈസ് അബൌട്ട് ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അപ്പോൾ ഒരിക്കലും ഒരു ഇൻഡിവിജ്വലിനെ കൺസേൺ ചെയ്തിട്ടുള്ളതല്ല സോഷ്യൽ ഇഷ്യൂ. അപ്പോൾ പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ, സോഷ്യൽ ഇഷ്യൂ അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതൊരു ചിലപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കാം, ചിലപ്പോൾ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഗ്രൂപ്പായിരിക്കാം, ചിലപ്പോൾ ഒരു സൊസൈറ്റി ഫുള്ള്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഫുള്ള്, അല്ലെങ്കിൽ ആ ഒരു കൺട്രി ഫുള്ള് ഫേസ് ചെയ്യുന്ന ഒരു സോഷ്യൽ ഇഷ്യൂ ആയിരിക്കാം അത്. Okay, this entire book is meant to introduce you to the Indian society from a sociological rather than common sense point of view. അപ്പോൾ ഒരു സോഷ്യോളജിക്കൽ രീതിയിൽ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിനെ കാണാനായിട്ട്, അല്ലെങ്കിൽ പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ അറിയാനായിട്ടാണ് നമ്മളുടെ ഈ ഒരു ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഉള്ളത്, അല്ലെങ്കിൽ എൻറ്റയർ ബുക്ക് അതിനുള്ളതാണ്. അല്ലാതെ ഒരു കോമൺ സെൻസ് പോയിൻ്റ് ഓഫ് വ്യൂ, ചിലപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്ന ഈ കാര്യമായിരിക്കാം, പക്ഷേ എല്ലാവരുടെയും അങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ അങ്ങനെ എല്ലാം എടുത്തുകൊണ്ട് ഇതാണ് ശരി അതാ തെറ്റെന്നൊന്നും പറയുന്നില്ല. ഇറ്റ് ക്യാൻ ബി റോങ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ, ചിലപ്പോൾ അതിന് തെറ്റായേക്കാം എന്ന് പറയുന്ന കാര്യങ്ങൾ അല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ നോക്കിക്കൊണ്ട്, അല്ലാണ്ട് ജസ്റ്റ് നമുക്കുള്ള ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രം നമ്മളുടെ സൊസൈറ്റിനെ നോക്കിക്കൊണ്ട് പഠിക്കുന്നതല്ല സോഷ്യോളജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ബുക്കിൽ നമ്മൾ അതല്ല ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ്, വാട്ട് കെൻ ബി സെഡ് ബൈ വേ ഓഫ് എൻ ഇൻട്രൊഡക്ഷൻ ടു ദിസ് ഇൻട്രൊഡക്ഷൻ. പെർഹാപ്സ് ഇറ്റ് വുഡ് ബി അപ്രോപ്രിയേറ്റ് അറ്റ് ദിസ് പോയിന്റ് ടു ഇൻഡിക്കേറ്റ് ഇൻ അഡ്വാൻസ് ദ ലാർജർ പ്രോസസ് ദാറ്റ് വെയർ അറ്റ് വർക്ക് ഇൻ ഷേപ്പിംഗ് ഇൻ സൊസൈറ്റി പ്രോസസ്സസ് ദാറ്റ് യു വിൽ എൻകൗണ്ടർ ഇൻ ഡീറ്റെയിൽ ഇൻ ദ പേജ് ടു ഫോളോ. അപ്പോൾ ഈ നെക്സ്റ്റ് പറയുന്നത് വെച്ചിട്ടുണ്ട്, അപ്പോൾ ഇത്രയും കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് പറയുന്നത് പ്രിവ്യൂ ഓഫ് ദിസ് ബുക്കാണ്. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് എന്താണ്, ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ വായിച്ചുള്ളൂ, അതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഇനി സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഇന്ന കാര്യങ്ങളാണ് പറയുന്നത്, തേർഡ് ചാപ്റ്ററിൽ ഇന്ന കാര്യമാണ് പറയുന്നത്, ഫോർത്ത് ചാപ്റ്ററിൽ ഇങ്ങനെയാണ്, ഫോർത്ത് ചാപ്റ്റർ എക്സ്പ്ലോർസ് ദ സോഷ്യൽ കൾച്ചർ, അങ്ങനെയൊക്കെ. ഫിഫ്ത്ത് ചാപ്റ്ററിൽ എന്താ പറയുന്നത്, സിക്സ്ത് എന്താണ്, സെവൻത്ത് എന്താണ്, ഇതാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മളത് ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴേക്കും ആ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. നമുക്ക് വേണമെങ്കിൽ പേജ് മറിച്ച് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ ചാപ്റ്ററിൽ തന്നെ നമുക്ക് ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, ഒരു 2 പേജുള്ളൊരു ഇൻട്രൊഡക്ഷൻ എന്തായാലും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പേജുള്ള ഇൻട്രൊഡക്ഷൻ ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത് നോക്കി വായിച്ചിട്ട് നമുക്ക് ആ ഒരു ചാപ്റ്റർ പഠിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻട്രൊഡക്ഷൻ ടു, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റി, ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്താണ് എല്ലാം ഒന്ന് പറഞ്ഞു പോയി, എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമ്മളുടെ ചാപ്റ്റർ 2 എന്ന് പറയുന്നത് ഡെമോഗ്രാഫിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. നമുക്ക് പഠിക്കാനുള്ളതിൽ തന്നെ നല്ല വെയിറ്റേജ് ഉള്ള, അതോടൊപ്പം തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഡെമോഗ്രാഫിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിലെ വീഡിയോയിൽ കാണാം. ബൈ.